നിങ്ങൾക്ക് മാസം 1000 രൂപ മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ 1 കോടി രൂപ വരെ നേടാൻ അവസരമുണ്ട്. എങ്ങനെയെന്നല്ലേ നോക്കാം. ചെറു തുകകളായി പ്രതിമാസം നിക്ഷേപിച്ച് ദീർഘകാലത്തിൽ വലിയ സമ്പാദ്യം നേടാൻ സഹായിക്കുന്ന മികച്ച മാർഗമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP. നേരത്തെ തന്നെ SIP ആരംഭിക്കുന്നവർക്ക് ലോങ് ടേം കോമ്പൗണ്ടിംഗ് ശക്തി പരമാവധി പ്രയോജനപ്പെടുത്താനും കഴിയും. ഇനി ചെറിയ തുകകളായി തുടങ്ങിയാൽ പോലും 1 കോടി പോലുള്ള വലിയ സംഖ്യയിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന നിക്ഷേപ രീതികൾ ഇന്ന് ഉണ്ട്. വെറും 1000 രൂപ പ്രതിമാസം നിക്ഷേപിച്ചാൽ പോലും ഈ പറഞ്ഞ 1 കോടിയിലധികം രൂപ സമ്പാദിക്കാം. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2026 ജനുവരിയിൽ മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപം 31,002 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. SIP അക്കൗണ്ടുകളുടെ എണ്ണം 9.92 കോടിയായി ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മൊത്തം SIP ആസ്തികൾ പരിശോധിച്ചാൽ 16.36 ലക്ഷം കോടി രൂപയിലും എത്തി. SIP നിക്ഷേപ രീതിയിലേക്കുള്ള ജനപ്രീതി തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് 2025 ജനുവരി മുതൽ വർഷം തോറും 17% വർധന പ്രതിനിധീകരിക്കുന്ന ഈ സ്ഥിരമായ ഉയർന്ന നിക്ഷേപം വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ശക്തമായ റീറ്റെയിൽ നിക്ഷേപ പങ്കാളിത്തം തുടരുന്നുവെന്നാണ് അർത്ഥമാക്കുന്നത്. റിട്ടയർമെന്റ് ഫണ്ടായി ഏകദേശം 1 കോടി രൂപ നേടാൻ നിക്ഷേപം തുടങ്ങേണ്ട പ്രായം ഏതാണ്? എല്ലാവർക്കുമുള്ള ഒരു സംശയമാണിത്. നിക്ഷേപം അല്പം നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത് എന്നതാണ് തീർച്ചയായിട്ടും ഓർക്കേണ്ടത്. ഉദാഹരണത്തിന് 25-ാം വയസ്സിൽ പ്രതിമാസം വെറും 1000 രൂപ വീതം 35 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. ഏകദേശം ഒരു 15% ശരാശരി വാർഷിക റിട്ടേൺ എന്നിരിക്കെ 60-ാം വയസ്സിൽ ലഭിക്കുന്ന ഏകദേശ തുക 1.14 കോടിയാണ്. വാർഷിക നിക്ഷേപം 12,000 രൂപയെ വരുന്നുള്ളൂ. ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, ഫ്ലെക്സി ക്യാപ്, മൾട്ടി ക്യാപ് ഫണ്ടുകൾ പോലുള്ള നിരവധി ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വിഭാഗങ്ങൾ ചരിത്രപരമായി 20 വർഷത്തെ ദീർഘകാലയളവിൽ 15% കൂടുതൽ ശരാശരി വരുമാനം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഓർക്കുക. ഇനി നിങ്ങളൊരു 30-ാം വയസ്സിലാണ് നിക്ഷേപം തുടങ്ങുന്നതെങ്കിലോ നിക്ഷേപ തുക ഇരട്ടിയാക്കേണ്ടി വരും. പ്രതിമാസം 2000 രൂപ മുതൽ 30 വർഷം നിക്ഷേപിക്കേണ്ടതുണ്ട്. വാർഷിക നിക്ഷേപം 24,000 രൂപയാണ്. ഇനി 40-ാം വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ കാലാവധി 20 വർഷത്തേക്കാണ്. ഈ സമയത്ത് നിങ്ങളുടെ 1 കോടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയൊരു തുക തന്നെ പ്രതിമാസം തോറും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. പ്രതിമാസം ഏകദേശം 7,500 രൂപ വീതം 20 വർഷം നിക്ഷേപിക്കേണ്ടതുണ്ട്. 25-ാം വയസ്സിൽ തുടങ്ങിയിരുന്നുവെങ്കിൽ 1000 രൂപ വേണ്ടിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 7,500 രൂപ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നത്. കാലാവധി കുറയുന്നതാണ് പ്രധാന വെല്ലുവിളി എന്നുകൂടി മനസ്സിലാക്കണം. ഇനി ഈ 1 കോടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മികച്ച ഒരു സ്ട്രാറ്റജി കൂടി പറഞ്ഞുതരാം. 30 വയസ്സിലും 40 വയസ്സിലും ഒക്കെ എത്തുമ്പോൾ നിക്ഷേപ കാലം കുറയുന്നതിനാൽ തന്നെ അടയ്ക്കേണ്ട തുക അല്പം വർദ്ധിപ്പിക്കേണ്ടി വരും. അതിനാൽ വർഷം തോറും നിക്ഷേപ തുകയുടെ 10% SIPക്കായി മാറ്റിവെക്കുന്നതാണ് മികച്ച രീതി. ശമ്പളം ഉയരുമ്പോൾ SIPയിലേക്കുള്ള നിക്ഷേപം കൂടി ഉയർത്തുക. ദീർഘകാലത്തിലേക്ക് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള സമ്പത്ത് സൃഷ്ടിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നതിൽ സംശയമില്ല. ദീർഘകാല കോമ്പൗണ്ടിംഗ് ശക്തി പരമാവധി പ്രയോജനപ്പെടുത്താൻ സ്റ്റാർട്ട് എയർലി എന്ന മന്ത്രം തന്നെയാണ് തീർച്ചയായിട്ടും പിന്തുടരേണ്ടത്. വിപണി വരുമാനം സ്ഥിരമല്ല, ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. അതിനാൽ ലോങ് ടേം ലക്ഷ്യത്തോടെ ഡിസിപ്ലിൻഡായി നിക്ഷേപിക്കുക എന്നതാണ് പ്രധാനം.